students, welcome back to our biology class. Today I would like to teach you the second chapter, that is microorganisms friend and foe. Microorganisms friend and foe. Okay, this is your second chapter. In the previous class we have already studied about microorganisms. What are microorganisms? Microorganisms are small living organisms we cannot see with our eyes. We can see the microorganisms only under the microscope. Okay. Microorganisms are so small in size. They cannot be seen with the unaided eye. അതായത് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൂക്ഷ്മ ജീവികളാണ്. അതുകൊണ്ട് അവയെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. The microorganisms or microbes are small in size. They cannot be seen with the unaided eye. Some of these such as fungus that grows on bread. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ബ്രെഡിലൊക്കെ ചെറിയ പൂപ്പല് പോലെ കണ്ടിട്ടില്ലേ? അതെന്താണ്? ഫംഗസ് ആണ്. അത് നമുക്ക് കാണാൻ പറ്റുന്ന മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ ആ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ, പ്രോട്ടോസോവ ഇതുപോലെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. ബ്രെഡിലൊക്കെ വന്ന് ഗ്രേ പാച്ചസ് ഒക്കെ കണ്ടിട്ടില്ലേ? അതെന്താണ്? ഫംഗസ് ആണ്. Microorganisms are mainly classified into four. They are bacteria, fungi, protozoa and algae. Once again, microorganisms are mainly classified into four: bacteria, fungi, protozoa and algae. Okay. And virus are also microscopic. നമുക്കറിയാം വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസും ഒരു മൈക്രോ ഓർഗാനിസം ആണ്. മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ കാണത്തുള്ളൂ. ബട്ട് ആർ ഡിഫറെന്റ് ഫ്രം അതർ മൈക്രോ ഓർഗാനിസം. പക്ഷേ ഈ വൈറസിന് മറ്റുള്ള മൈക്രോ ഓർഗാനിസത്തിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ വൈറസ് ആർ ഓൾസോ മൈക്രോസ്കോപ്പിക് ബട്ട് ആർ ഡിഫറെന്റ് ഫ്രം അതർ മൈക്രോ ഓർഗാനിസം. They reproduce only inside the cell of host organism, which may be bacteria, plant or animal. അതായത് വൈറസ് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനൊരു ഹോസ്റ്റ് ഓർഗാനിസം വേണം. അത് ഒന്നെങ്കിൽ ഒരു ബാക്ടീരിയ ആകാം, ഒരു പ്ലാന്റ് ആകാം, ഒരു ആനിമൽ ആകാം. ഇതിലേതെങ്കിലും ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൽ മാത്രമേ വൈറസ് റീപ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. വൈറസ് ആർ ഓൾസോ മൈക്രോസ്കോപ്പിക് but are different from other microorganisms. They reproduce only inside the virus reproduce only inside the cells of host organism, which may be bacteria, plant or animal. Okay. Next is some diseases caused by microorganism. നമുക്കറിയാം മൈക്രോഓർഗാനിസം ഈ വൈറസ് ഡിസീസ് ആണെങ്കിൽ ഏതാണ്? ഇൻഫ്ലുവൻസ, അതുപോലെ കഫ്, ഇതെല്ലാം എന്താണ്? വൈറസ് ഡിസീസ് ആണ്. അതുപോലെ ഇപ്പോൾ കൊറോണ is a virus disease. The diseases like polio, chickenpox, these are also virus disease. വൈറസ് ആണ് ഈ പോളിയോയുടെ ചിക്കൻ പോക്സിന്റെ ഒക്കെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് വൈറസ് ആണ്. അതുപോലെ ഡിസെൻട്രി, മലേറിയ ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം പ്രോട്ടോസോവ ആണ്. അതുപോലെ ടൈഫോയിഡ് ആൻഡ് ട്യൂബർകുലോസിസ്, TB, പോസിറ്റീവ് ഓർഗാനിസം ബാക്ടീരിയ. Once again, some microorganisms causing diseases: polio and chickenpox. Positive organism virus. And dysentery and malaria, causative organism protozoa. And typhoid and tuberculosis, causative organism bacteria. Okay. There are some pictures in your textbook. Can you see this?
figure 2.1. Bacteria. Can you see this? These are bacteria. And next is algae. Chlamydomonas and Spirogyra. These are algae. And next is protozoa. Paramecium and amoeba. These are protozoa. And bread mold. Fungi. Bread mold, Penicillium and Aspergillus. These are fungi. And this is the picture of virus. Can you see this? നിങ്ങളിപ്പോൾ ടി വിയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് കൊറോണ വൈറസിൻ്റെ പിക്ചർ. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് വൈറസ്. ഓക്കെ. These are microorganisms. And next is, where do microorganisms live? എവിടെയാണ് മൈക്രോ ഓർഗാനിസം ലീവ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസം മേ ബി സിംഗിൾ സെൽഡ് ലൈക്ക് ബാക്ടീരിയ, സം ആൽഗെ ആൻഡ് പ്രോട്ടോസോവ or multicellular. Such as many algae and fungi, they live in all types of environment. അതായത് ഈ മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ എല്ലാ എൻവയോൺമെൻറ്റിലും കാണപ്പെടും. റേഞ്ചിങ് ഫ്രം ഐസ് കോൾഡ് ക്ലൈമറ്റ് ടു ഹോട്ട് സ്പ്രിങ്സ്. അതായത് നല്ല കോൾഡ്, ഐസ് കോൾഡ് തൊട്ട് ഹോട്ട് സ്പ്രിങ്സിൽ വരെ ഈ മൈക്രോ ഓർഗാനിസംസ് കാണുമെന്നാണ് പറയുന്നത്. ആൻഡ് ഡെസേർട്ട് ടു മാർഷി ലാൻഡ്സ്. They are also found inside the bodies of animals, including humans. മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ ഹ്യൂമൻസിൻ്റെ എല്ലാം ബോഡിക്കകത്തും കാണും. സം മൈക്രോ ഓർഗാനിസം ഗ്രോ ഓൺ അതർ ഓർഗാനിസം വൈൽ അതേഴ്സ് എക്സിസ്റ്റ് ഫ്രീലി. ചില മൈക്രോ ഓർഗാനിസം മറ്റുള്ള ഓർഗാനിസത്തിൻ്റെ ബോഡിക്കകത്ത് കാണും, ചിലത് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ. Next is microorganisms around us. Microorganisms play an important role in our lives. Some of them are beneficial in many ways, whereas some others are harmful and cause disease. Let us study about them detail. അതായത് മൈക്രോ ഓർഗാനിസം നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതുകൊണ്ട് ചിലത് ഹാംഫുൾ ആയിട്ടുള്ളതുകൊണ്ട്. ഈ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ് ഡിസീസ് കോസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഫ്രണ്ട്ലി മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസ്. അതായത് ഈ മൈക്രോ ഓർഗാനിസം നമ്മൾ പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേ ആർ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കേർഡ്, ബ്രെഡ് ആൻഡ് കേക്ക്. അതായത് കേർഡ്, തൈര്, അതുപോലെ ബ്രെഡ്, കേക്ക് ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോ ഓർഗാനിസം ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോൾ ഉണ്ടാക്കാനായിട്ട് എന്തുപയോഗിക്കുന്നു? മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിക്കുന്നു. They are also used in cleaning up of environment. അതായത് നമ്മുടെ ഈ എൻവയോൺമെൻറ്റിനെ ക്ലീൻ ചെയ്യാനായിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഓർഗാനിക് വേസ്റ്റ്, വെജിറ്റബിൾ പീൽസ്, റിമെയിൻസ് ഓഫ് ഹ്യൂമൻസ്, ഇതെല്ലാം എങ്ങനെയാണ് ബ്രോക്കൺ ഡൗൺ ഇൻടു ഹാംലെസ് ആൻഡ് യൂസബിൾ സബ്സ്റ്റൻസ് ബൈ ബാക്ടീരിയ. നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന, അല്ലെ നമ്മൾ വലിച്ചെറിയുന്ന വെജിറ്റബിൾസ്, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് അതെല്ലാം അതിനെയൊക്കെ ജീർണിപ്പിക്കുന്ന ആരാണ്? ബാക്ടീരിയ ആണ്. അങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ക്ലീൻ ആക്കുന്നു. Recall that bacteria are also used in the preparation of medicine. ചില ബാക്ടീരിയ നമ്മൾ മെഡിസിൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. In agriculture, they are used to increase the soil fertility by fixing nitrogen. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയയെ കുറിച്ച്, അല്ലേ? അതെന്തിനാണ്? സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. Let us recall once again. Today we are studying about microorganisms. What are microorganisms? Microorganisms are so small in size
microscope. There are 4 types of microorganisms: bacteria, fungi, protozoa and algae. And virus are also microscopic. Virusum ഒരു microorganism ആണ്, but are different from other microorganisms. മറ്റുള്ള microorganismത്തിനെ അപേക്ഷിച്ച് വൈറസിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ they reproduce only inside the cell of host organism. ഒരു host organismത്തിന്റെ സെല്ലിനകത്ത് മാത്രമേ വൈറസ് റീപ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. Which may be bacterium, plant or animal. വൈറസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ബാക്ടീരിയത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു പ്ലാന്റിന്റെ ഉള്ളിലായിരിക്കും, ചിലപ്പോൾ ആനിമലിന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, there are some diseases. Polio and chicken pox caused by causative organism is virus, and dysentery and malaria that is caused by causative organism is protozoa, and next is typhoid and tuberculosis. Causative organism is bacteria. These are all today's topic.